ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ചിലരൊക്കെ നിരാശയിൽ കടന്നു പോകുന്ന ചില ആളുകളുണ്ട്, ചില പ്രത്യേക വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഏലിയാവ് ഒരിക്കലും വളരെ നിരാശപ്പെട്ട് ചൂരച്ചെടിയുടെ കീഴിലായിരുന്ന സമയത്ത് ദൈവം ഏലിയാവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം ഒരു ദൂതനെ അയച്ചു. എന്നിട്ട് അപ്പവും വെള്ളവും ഒക്കെ കൊടുത്തതിന് ശേഷം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് തിന്നുക എന്നാണ് പറഞ്ഞത്. നിനക്ക് കുറേ ദൂരം പോകാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ആദ്യമൊന്നും കൂട്ടാക്കിയില്ല. പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് അത് ഭക്ഷിച്ചു. ദൈവത്തിൻ്റെ ആ ആഹാരം, ദൈവം പ്രൊവൈഡ് ചെയ്ത ആ ഭക്ഷണം അയാൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്ന 40 രാവും പകലും ഹോരേബോളം കയറി ചെല്ലുവാനുള്ള, മലകൾ ചവിട്ടി കയറുവാനുള്ള, പർവ്വതങ്ങൾക്ക് മുകളിൽ എത്തിച്ചേരുവാനുള്ള ഒരു വലിയ ശക്തിയും അഭിഷേകവും ഒരൊറ്റ നേരത്തെ ഭക്ഷണം കൊണ്ട്. സാധാരണ ഒറ്റ നേരത്തെ ഭക്ഷണം കൊണ്ട് അത്രയും ശക്തി കിട്ടുമോ എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം പ്രൊവൈഡ് ചെയ്ത ഭക്ഷണം കൊടുത്തപ്പോൾ അത് കിട്ടി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പല ആളുകളോടുമാണ്. ഇന്നത്തെ ഈ സന്ദേശം, നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശം, അനേക ദൂരങ്ങൾ താണ്ടി പോകുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ അനേക നാളുകൾ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന, ആത്മാവിൽ നിങ്ങളെ ഒരുക്കി നിർത്തുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തിൽ എല്ലാവരും ഗ്ലോറി റലത്തിൽ ജീവിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ, അതിനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവികമായ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ്. ഈ വെള്ളിയാഴ്ച നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് രാവിലെ 10 മണിക്ക് തുടങ്ങിയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകമായിട്ട് അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല, നേരിട്ട് വന്നാൽ മതി, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ ഒക്കെ കർത്താവ് ഈ വിഷയത്തിൽ അങ്ങ് പകരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കടന്നു വരിക. ഈ ഞായറാഴ്ച പ്രത്യേകമായിട്ടുള്ള ആരാധന കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും കൊച്ചിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മിക്കവാറും എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളും കൊച്ചിയിൽ വന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. അതിനോട് കൂടെ ചേർന്ന് ആരാധിക്കുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഞങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ജനുവരി മാസം 24, 25, 26 വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിലായിട്ട് ഈ വർഷത്തെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ച് നടക്കാനായിട്ട് പോകുകയാണ്. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും 3 സെഷനുകളായിട്ട് അടിപൊളി മെസ്സേജുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. The year of glory realm ആണ് 2025. So I am really excited. This is going to be historic. So please do come with your friends and families. വെൽക്കം ബാക്ക്. എല്ലാവരും ഒന്ന് ചിരിച്ചേ. രാവിലെ എഴുന്നേറ്റ് ചിരിക്കണം. സദൃശവാക്യങ്ങൾ 31 കാണുന്നത്, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി തൂകുന്നു. ഭാവികാലം ഓർക്കുമ്പോൾ കരച്ചിൽ വരികയാണോ? ഒരാധിയാണ്, എൻ്റെ ദൈവമേ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? അകത്തിങ്ങനെ പാനിക് ചെയ്യുന്നുണ്ടോ? നോ. ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ ഭാവി കാലത്തെ ഓർത്ത് സ്മൈൽ ചെയ്യാൻ പഠിക്കണം. നാളെ ഓർത്ത് വിചാരപ്പെടരുത്, പകരം പുഞ്ചിരി തൂകണം. Proverbs 31
വുമൺ എന്ന് പറയുന്നൊരു ടൈപ്പ് സ്ത്രീകളുണ്ട്. സദൃശവാക്യങ്ങൾ 31 പറഞ്ഞിരിക്കുന്ന ടൈപ്പ് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് ഭൂമിയിൽ. ഇത് കേൾക്കുന്ന സഹോദരിമാർ അങ്ങനെയാകണം. ഈ സദൃശവാക്യങ്ങൾ 31 പറയുന്ന സ്ത്രീ ഏതാ? വായിച്ചു നോക്കണം. സദൃശവാക്യം 31 അധ്യായത്തിൽ സാമർഥ്യമുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള, എക്സലൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ കുറേ ക്വാളിറ്റി, 31 ക്വാളിറ്റീസ് ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം റിലീസ് ചെയ്ത് എല്ലാവർക്കും ഞാൻ പ്രിൻ്റ് ചെയ്തൊക്കെ കൊടുത്തു, എല്ലാ സ്ത്രീകളും, ഒരു ഫാമിലി സെമിനാറിൽ. സോ നിങ്ങൾക്ക് ശ്രമിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാവികാലം ഓർക്കുമ്പോൾ നമുക്ക് പുഞ്ചിരി തൂകാൻ കഴിയണം. കാരണം മൈ ഫ്യൂച്ചർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. എൻ്റെ കയ്യിലല്ല, എൻ്റെ ഭാവി എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലല്ലെന്ന് തീരുമാനിക്കണം. എൻ്റെ ഭാവി എൻ്റെ ഭാര്യയുടെ കയ്യിലല്ല, എൻ്റെ ഭാവി എൻ്റെ മക്കളുടെ കയ്യിലല്ല. ചിലർ വിചാരിക്കുന്നത്, മക്കളൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ഇനി മക്കളൊക്കെ ഒന്ന് വലുതായി ജോലിയൊക്കെ കിട്ടി വേണം ഞങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാകാൻ. ബ്രദറെ, അതിനു വേണ്ടി പ്രാർത്ഥിക്കും. ജീവിതകാലം മുഴുവൻ മക്കളെ പഠിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെയായി, ഇനി അവർ വലുതായിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടെ കാര്യം നോക്കിപ്പോയി അപ്പനും അമ്മയും അവർ മറന്നുപോയി. അങ്ങനെയുള്ള എത്ര പേരുടെ കരച്ചിലും കണ്ണുനീരും ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം. കാരണം അവരുടെ പ്രത്യാശ മുഴുവൻ മക്കളിലായിരുന്നു. മക്കളിൽ പ്രത്യാശ വയ്ക്കരുത്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ വേണം പ്രത്യാശ വയ്ക്കാൻ. മക്കൾ നോക്കിയാലും ഇല്ലെങ്കിലും ദൈവം പോറ്റും. പറഞ്ഞേ, പ്രായമുള്ളവരൊക്കെ പറ, മക്കളുള്ളവരൊക്കെ പറ, മക്കൾ പോറ്റിയാലും ഇല്ലെങ്കിലും, മക്കൾ നോക്കിയാലും ഇല്ലെങ്കിലും ദൈവം പോറ്റും. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആരാ പോറ്റിയത്? മക്കൾ വളർത്തുന്ന കാലത്ത് ആരാ പോറ്റിയത്? അങ്ങനെയെങ്കിൽ മക്കൾ വളർന്ന് കല്യാണം കഴിച്ച് അവരുടേതായ രീതിയിൽ പോയാലും നടത്തുവാൻ നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്നാലും ബ്രദറെ, ഭൗതികമായി ചിന്തിക്കുമ്പോൾ, കാര്യങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ മക്കളല്ലേ, ചിലപ്പോൾ മക്കൾ സഹായിച്ചെന്നിരിക്കും. മക്കളൊന്നും സഹായിച്ചില്ലെങ്കിലും അത്ഭുതകരമായി നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം ഉണ്ടെന്ന് അങ്ങ് ഹൃദയത്തിൽ വിശ്വസിക്കണം. മക്കൾ നോക്കിയാൽ നല്ലത്, ഓക്കെ, നോ പ്രോബ്ലം. ഇത് കേൾക്കുന്ന മക്കൾ സൗകര്യപൂർവ്വം അമ്മയപ്പന്മാരെ നോക്കേണ്ട ആവശ്യമില്ലെന്നൊന്നും ചിന്തിച്ചേക്കല്ലേ. അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തത് കേൾക്കരുത്, ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കാവൂ. മക്കൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം, നോക്കണം. എന്നാൽ ഞാൻ പറഞ്ഞത്, ചിലരൊക്കെ ദൈവത്തെ അറിയാതെ, ദൈവഭയമില്ലാതെ, ദൈവകൽപ്പനകൾ മനസ്സിലാക്കാതെ മാതാപിതാക്കളെ നോക്കിയില്ലേലും നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവനിൽ വേണം നമ്മൾ പ്രത്യാശ വയ്ക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞു, ഭാവികാലം ഓർത്ത് പുഞ്ചിരി തോന്നും. ഇനി ഇതൊന്നും നടന്നില്ലെന്നിരിക്കട്ടെ, ഈ ഭൂമിയിൽ ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി, അവസാന കാലത്ത് നോക്കാൻ ആരുമില്ല, ഒരു വൃദ്ധസദനത്തിൽ കിടന്നു മരിച്ചു, വഴിയരികിൽ കിടന്നു മരിച്ചു, അല്ലെങ്കിൽ വീട്ടിലാരും നോക്കാനില്ലാതെ കിടന്നു മരിച്ചു. ഇങ്ങനെയാണേ പോലും ഭാവി ഓർത്ത് പുഞ്ചിരി തൂകാൻ വകയുണ്ട്. ഭാവി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ജീവിതത്തിൽ പരിമിതപ്പെടുന്നതല്ല, ഈ ഭൂമിയിൽ തീരുന്നതല്ല ദൈവമക്കളുടെ ഭാവി. ടൈപ്പ് ചെയ്യാം, എഴുതുക. ഈ ഭൂമിയിൽ തീരുന്നതല്ല ദൈവമക്കളുടെ ഭാവി. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഈ ഭൂമിക്ക് അപ്പുറത്തേക്കാണ്, ഈ ലോകത്തിൻ്റെയും അപ്പുറത്തേക്കാണ്. മറക്കല്ലേ. എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഈ ഭൂമിയിൽ വെച്ച് തീരുന്നതല്ല ദൈവ മക്കളുടെ ഭാവി. ദൈവമക്കളുടെ ഭാവി ഈ ഭൂമിയിലെ ജീവിതം തീരുമ്പോഴാണ് തുടങ്ങുന്നത്. When you finish your life on earth, you begin your real future. ശരിയായ ഭാവി തുടങ്ങുന്നത് മരണത്തിൻ്റെ അപ്പുറത്തേക്കാണ്. അതുവരെ ഇവിടെ കുറച്ച് റിഹേഴ്സലും കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസും കുറച്ച് പ്രാക്ടീസൊക്കെ ആയിരുന്നു. അത് കഴിയുമ്പോഴാണ് ശരിയായ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരൊക്കെ അവരെ തല്ലി കൊന്നിട്ടും വടി കൊണ്ട് അടിച്ചു കൊന്നു, തല വെട്ടിക്കളഞ്ഞു, തലകീഴായി ക്രൂശിച്ചു, ചിലരൊക്കെ കത്തിച്ചു കളഞ്ഞു. അവരപ്പോഴും സ്വർഗത്തെ നോക്കി, ചിലരൊക്കെ തീ കത്തി 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 തന്തൂരിയായിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ മുഖത്തൊരു ഗ്ലോറിയസ് കൗണ്ടനൻസ്, അവരുടെ മുഖഭാവം അങ്ങനെ മാറിയിട്ട് അവർ ഭാവിയിലേക്ക് നോക്കി സ്വർഗത്തെ കണ്ട്
എന്തിന്? സ്തെഫാനോസിനെ കല്ലെറിയുന്ന രംഗം വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലാണ് തോന്നുന്നത്. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനൊന്നും മാനസാന്തരപ്പെട്ടിട്ടില്ല. എല്ലാവരും കൊല്ലുവാനുള്ള ആൻറ്റി കൺവേർഷൻ ബില്ലും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടു. അപ്പോൾ സുവിശേഷങ്ങളിലേക്ക് അവസാനം നമ്മൾ കാണുന്നത് അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നെന്നാണ്. പക്ഷെ ഇവിടെ സ്തെഫാനോസിന്റെ കല്ലെറിയുന്ന സമയത്ത് യേശു കർത്താവ് എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ അർത്ഥം രാജാവ് എഴുന്നേറ്റാൽ ബാക്കിയുള്ളവരെല്ലാവരും എഴുന്നേൽക്കണം. സ്വർഗം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുക. സ്തെഫാനോസിനെ കൊല്ലും ഇതവൻ കാണുകയാണ്. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത്. തൊട്ടുമുമ്പ് അവൻ സംസാരിക്കുമ്പോൾ തൻ്റെ മുഖഭാവം ഒരു ഏഞ്ചലിൻ്റെത് പോലെയായി മാറി. ദൈവദൂതനെ പോലെ ഇരുന്ന് പ്രകാശിച്ചു. അത്രയ്ക്ക് ഈ വചനത്തിലുടനീളം ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള ടേം സെർച്ച് ചെയ്താൽ ആത്മപൂർണൻ എന്നൊരു പദം സെർച്ച് ചെയ്താൽ സ്തെഫാനോസ് ആത്മപൂർണനായിരുന്നു എന്ന് പറഞ്ഞാൽ ജഡം മുഴുവൻ പോയിട്ട് ആത്മാവിൻ്റെ പൂർണ്ണമായ ഒരു പ്രകാശനം അവനിൽ വന്നു. അപ്പം അവൻ നോക്കിയിട്ട് പുഞ്ചിരി തൂകുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി അവൻ പുഞ്ചിരി തൂകുകയാണ്. വാവ്! ഭാവികാലമോർത്ത് പുഞ്ചിരി തൂകാൻ, ഇത് പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ എനിക്കൊരു അനോയിൻറ്റിങ് ഫീൽ ചെയ്യും. ഭാവികാലത്തിലേക്ക് നോക്കി സ്മൈൽ ചെയ്യാൻ ദൈവമക്കൾ പഠിക്കണം. അതൊന്ന് ലൈഫ് ചാറ്റിൽ എല്ലാവരും ഇടാമോ? ഭാവികാലത്തെ ഓർത്ത് പുഞ്ചിരി തൂകാൻ പഠിക്കണം. പലരും മുമ്പോട്ട് നോക്കുമ്പോൾ ഇരുളടഞ്ഞൊരു ഭാവി. ചിലർ കാണുന്നത് ഭർത്താവ് ഇട്ടിട്ട് പോകുന്നു, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? പിള്ളേരെ ഇപ്പോൾ പഠിക്കാൻ പോയി, ഇനി പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചു വിടണം. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരവരുടെ ജീവിത പങ്കാളിയെ കൈപിടിച്ച് അവരായി. ഇനി എങ്ങനെ വിളിക്കുമോ? ഇനി എനിക്ക് അവരെ കാണാൻ പറ്റുമോ? അങ്ങനെയുള്ള അധ്യായം. ഇങ്ങനെ ഭാവിയിലേക്ക് നോക്കി എന്തൊക്കെയോ വലിയ ആപത്ത് വരാൻ പോകുന്നു. ആരൊക്കെയോ മരിച്ച് ഒറ്റയ്ക്കാകാൻ പോകുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബമാണ്, ഭാര്യയും ഭർത്താവാണെന്നിരിക്കട്ടെ. സ്വാഭാവികമായി അകത്ത് വരാവുന്ന ഒരു വലിയ ഒരു ആധിയാണ് എൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഭർത്താവ് ചിന്തിക്കുക, എൻ്റെ ഭാര്യ മരിച്ചു, എനിക്ക് അവളാണ് ഉണ്ടാക്കി തരുന്നത്, അവളെ ഉള്ളൂ, മക്കളുമില്ല. ഇവളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? അവളോടൊപ്പം എന്നെ അടക്കിയേക്ക്, അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം എന്നെ അങ്ങ് അടക്കിയേക്ക്. മക്കളില്ലാത്തൊരു ഭാര്യയും ഭർത്താവും ഒരുപക്ഷെ വളരെ നല്ല ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഉള്ളിൽ ചിന്തിക്കും, അതോടെ എൻ്റെ ജീവിതം തീർന്നു, മക്കളില്ല, കൊച്ചുമക്കളില്ല, ഒന്നുമില്ല, പിന്നെ ഒറ്റയ്ക്ക്. അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? നോ, ദർ ഈസ് മീനിങ്. ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയല്ല. ബൈബിൾ വ്യക്തമായി എഴുതിയിരിക്കുന്ന റെഫറൻസ് എനിക്ക് പറയാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുവെന്നും ഇനി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, എല്ലാവർക്കും വേണ്ടി മരിച്ചവനായിട്ട് ജീവിക്കുകയും വേണമെന്ന് പൗലോസ് പറയോ. ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അത് ജീവിച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്താണ്? എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. പറഞ്ഞേ, എനിക്കായി മരിച്ചവന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. പറ, ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാം. എനിക്കായി മരിച്ചവന് വേണ്ടി ആണ് ഞാൻ ജീവിക്കുന്നത്, ഭർത്താവിന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടി. അതൊക്കെ അതിൻ്റെ താഴെ ലെവലിലാണ്. സ്വന്തം ജീവൻ തന്ന് എന്നെ സ്നേഹിച്ച കർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ശരിക്കും രക്ഷ എന്ന് പറഞ്ഞാൽ അതല്ലേ? രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എന്താ വാസ്തവത്തിൽ ചെയ്തത്? രക്ഷയുടെ അർത്ഥം പോലും പലർക്കും മനസ്സിലായിട്ടില്ല. രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്തത് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, ലോർഡ്ഷിപ്പ് മൊത്തം കർത്താവിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു, അല്ലേ? എന്ന് വെച്ചാൽ ഹീസ് ദ റൂളർ. അതുപോലെ 1 കൊരിന്ത്യർ 3:16 6:19 ക്ലബ് ചെയ്ത് വായിച്ചാൽ അവിടെ പറയുന്നത്, ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല,
നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. somebody has purchased you. അതുകൊണ്ട് ഇനി എന്തല്ല, ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ളവരല്ല നിങ്ങൾ. ആരാണോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് അവനു വേണ്ടി അത്രേ ജീവിക്കേണ്ടത്. ഞങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ജനുവരി മാസം 24, 25, 26 വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിലായിട്ട് ഈ വർഷത്തെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ച് നടക്കാനായിട്ട് പോകുകയാണ്. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും 3 സെഷനുകളായിട്ട് അടിപൊളി മെസ്സേജുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. The year of glory realm ആണ് 2025. So I am really excited. This is going to be historic. So please do come with your friends and families. വിലയ്ക്ക് വാങ്ങിയത് 1 പത്രോസ് 1:18 തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, 18 19 താഴേക്ക്. അവിടെ കാണുമ്പോൾ വെള്ളി, പൊന്ന് തുടങ്ങിയ വസ്തുക്കളെ കൊണ്ടല്ല, ഈ വിലയേറിയ സാധനങ്ങൾ കൊണ്ടല്ല നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയത് അല്ലെങ്കിൽ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്രേ. അവൻ്റെ രക്തത്താലാണ് നമ്മളെ വിലക്ക് വാങ്ങിയത്. കറൻസി കൊടുത്തിട്ടല്ല, വെള്ളിയോ സ്വർണമോ തുലാഭാരമായി തൂക്കിക്കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം, ഇത്ര ഷെക്കേൽ വെള്ളിയോ സ്വർണമോ വീണ്ടെടുപ്പ് വിലയായി പണ്ടങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പഴയ നിയമത്തിൽ അത് കൊടുത്തിട്ടല്ല യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. പിന്നെന്ത് കൊടുത്തിട്ടാണ്? തൻ്റെ വെറും രക്തമല്ല, നിഷ്കളങ്കവും നിർദോഷവുമായ അവൻ്റെ രക്തത്താൽ, പുണ്യാഹ രക്തത്താൽ, ഹോളി ബ്ലഡ് എന്ന് വെച്ചാൽ പാപത്തിൻ്റെ സ്മെല്ല് പോലുമില്ലാത്ത വിശുദ്ധ രക്തത്താൽ, അതിപരിശുദ്ധ രക്തത്താൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിലുള്ള ഒന്നിനും വേണ്ടിയല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്, വിലയ്ക്ക് വാങ്ങിയതിനു വേണ്ടി. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, എന്തുണ്ട്, ഒരു വലിയ ഭാവികാലമോർത്ത് അങ്ങനെയുള്ളവർക്ക് സ്മൈൽ ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പറഞ്ഞേ, എൻ്റെ പ്രത്യാശ ഈ ഭൂമിയിൽ ഒതുങ്ങുന്നില്ല. പറ, എല്ലാവരും പറ. ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് വേഗത്തിൽ ടൈപ്പ് ചെയ്തിട്ട്, എൻ്റെ പ്രത്യാശ ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മരണം വരെ മാത്രം കാണാൻ കഴിയുന്നവരുണ്ട്. ശവപ്പെട്ടി വരെ മാത്രം എനിക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരെ പറയുന്നത് അവർക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, ഹ്രസ്വദൃഷ്ടി ഉള്ളവരാണ്. എനിക്ക് എൻ്റെ മരണം വരെ, ശവക്കുഴി വരെ കാണാം, അതിൻ്റെ അപ്പുറത്തോട്ട് എന്തോ അവിടെയൊക്കെ പോയവരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ അറിയാൻ? എനിക്കറിയില്ല. അതുകൊണ്ട് അവരുടെ എല്ലാം എന്താണ്, അവിടെ വരെയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ചില അന്ത്യാഭിലാഷങ്ങളുണ്ടായി. ചിലർ പറയും, മരിക്കുന്നതിന് മുമ്പ് എനിക്കിത്തിരി പായസം തന്നു. അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടോ അമ്മ? എനിക്കിത്തിരി കരിക്ക് വെള്ളം കുടിക്കണം മോനെ. ചിലർ പറയും, എനിക്കിത്തിരി കേക്ക് തിന്നണം മോനെ. ചിലർ പറയും, എനിക്ക് എല്ലാവരും ഒന്ന് കാണണം മോനെ. അന്ത്യാഭിലാഷമുണ്ടോ? അത് ഞാൻ പറഞ്ഞു, ചിലർക്ക് പായസം ആയിരിക്കും, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ. ഇപ്പം മരിക്കാൻ പോവുക, അപ്പോൾ ഡോക്ടർ പറയാ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് സാധിപ്പിച്ചേക്ക്. ചിലർ പറയും, അന്ത്യാഭിലാഷം, എനിക്കൊന്ന് അവസാനമായി മരിക്കുന്നതിന് മുമ്പ് വിമാനത്തിൽ കയറണം, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വിശുദ്ധ നാട് വരെ ഒന്ന് പോകണം. ഇതൊന്നും വേണ്ടെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നതില്ല അർത്ഥം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല, തീർന്നു. കേട്ടൻ വീഴുകയാണ്. നോ, കേട്ടൻ വീണാൽ കേട്ടൻ്റെ അപ്പുറത്ത് ജീവിതം തുടങ്ങുകയാണ്. ഞാൻ പറയട്ടെ, നാടകത്തിലൊക്കെ ഒരു തിരശീല വീണതിൻ്റെ അർത്ഥം അത് കംപ്ലീറ്റ് തീർന്നു എന്നൊന്നും അല്ലല്ലോ. വീണ്ടും കേട്ടൻ റൈസസ്, അടുത്ത രംഗം തുടങ്ങാൻ പോവുക. ഏറ്റവും അവസാനം നാടകത്തിലൊരു അവസാനം ഉണ്ടായിരിക്കാം. പക്ഷെ ജീവിതത്തിൽ അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ. ജീവിതത്തിൽ ഞാനതാ പറയുന്നത്, ശവക്കുഴി വരെ മാത്രം പ്രത്യാശയുള്ളവർ
മയോപ്പിയ പിടിച്ചവരാണ്, ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. അവർക്ക് ലോങ് സൈറ്റ് ഇല്ല, ദീർഘദൃഷ്ടിയില്ല. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നിത്യതയിലേക്ക് കാണാൻ കഴിയണം. എങ്ങനെ കാണാൻ കഴിയും? വചനത്തിലൂടെ നമുക്ക് നോക്കിയാൽ അതിനപ്പുറത്തേക്ക് കാണാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. എന്ന് വെച്ചാൽ ഈ ശരീരം വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ, ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ ലോകം വിട്ടാൽ അടുത്ത സെക്കൻഡ് പൂർണ്ണമായും കർത്താവിനോട് കൂടെയാണ്. അതല്ലെങ്കിൽ ടു ബി ആബ്സെന്റ് ഫ്രം ദ ബോഡി മീൻസ് പ്രസന്റ് വിത്ത് ദ ലോർഡ്. ശരീരത്തിൽ ആളില്ല, മരിച്ചു, വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീസ് പ്രസന്റ് വിത്ത് ദ ലോർഡ്, കർത്താവിനോട് കൂടി ആയിന്നാണ്. ശരീരത്തിൻ്റെ അസാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണ സാന്നിധ്യത്തിലേക്ക് ആൾ മാറിയെന്ന. ഇങ്ങനെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ ഈ ദൈവമക്കളെന്ന് പറയുന്നവരൊന്നും മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഭാവികാലമോർത്ത് പുഞ്ചിരി തൂകാൻ നമുക്ക് സാധിക്കും. ഭാവികാലത്തെ ഓർത്ത് പുഞ്ചിരി തൂകാൻ നമുക്ക് സാധിക്കും. വീണ്ടും പറയുന്നു, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഭാവികാലത്തെ ഓർത്ത് പുഞ്ചിരി തൂകുക. ടൈപ്പ് ചെയ്യ് വേഗത്തിൽ. കുറേ ഹോംവർക്ക് ചെയ്യാൻ തരുന്നുണ്ട്. ഭാവികാലം ഓർത്ത് എന്ത് ചെയ്യണം? ചിരിക്കണം. ഞാൻ വളരെ വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ചില കുട്ടികളൊക്കെ കണ്ടില്ലേ, 10ാം ക്ലാസ്സിലാണ്, 10ാം ക്ലാസ് പരീക്ഷ വരുന്നു. എല്ലാവരും പറയുന്നത് 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അത് കഴിയുമ്പോഴേക്കും +1, പിന്നെ +2. അത് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് തിരിയും? മെഡിക്കൽ പോകുമോ, എൻജിനീയറിങ്ങിന് പോകുമോ, പോളിടെക്നിക്കിൽ പോകുമോ, പിന്നെ ഇപ്പം എന്താണ്ട് പുതിയതൊക്കെ ഉണ്ട്, ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? ദൈവമേ, ആദിയാണ്. അങ്ങനെ ആദ്യ പിടിച്ച് ഇനി ഒരു തരത്തിൽ പഠനമൊക്കെ കഴിഞ്ഞു, എൻട്രൻസ് എഴുതി, കോഴ്സ് കിട്ടി, പഠിച്ചു, PG എല്ലാം കഴിഞ്ഞു. ഇനി വിവാഹ ജീവിതം. എൻ്റെ കർത്താവേ, ആരാണ് എന്നെ കെട്ടാൻ പോകുന്നത്? കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം മൊത്തം പോകുമോ? ആ ഭർത്താവിൻ്റെ വീട്ടുകാരെങ്ങനെ ഇരിക്കും? ഭാര്യയുടെ വീട്ടുകാരെങ്ങനെ ഇരിക്കും? ഇങ്ങനെ എന്നും ജീവിതകാലം മുഴുവൻ ആദ്യ പിടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭാവി കർത്താവിൻ്റെ കയ്യിലാണ്. ഭാവികാലം ഓർത്ത് കമോൺ പുഞ്ചിരി തൂകണം. സ്മൈൽ, പുഞ്ചിരി തൂകണം. കാരണം കർത്താവ് അതുപോലെയുള്ള നല്ല ഭാവി എടുത്തു വെച്ചിട്ടുണ്ട്. യിരെമ്യാവിൻ്റെ പുസ്തകം 29:11 മുതൽ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ ഇന്നതെന്ന് ഞാൻ അറിയുന്നു. പലപ്പോഴും നീ അറിയുന്നില്ല. അവിടെ പറയുന്നത്, ഫോർ ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. നിനക്ക് വേണ്ടിയുള്ള എൻ്റെ പ്ലാനുകൾ എന്താണെന്ന് എനിക്കറിയാം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്ലാനുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നമ്മളൊരു തരംതാണ ജീവിതം, ഒരു സബ്സ്റ്റാൻഡേർഡ് ലൈഫിൽ പോകുന്നതും ടെൻഷൻ അടിക്കുന്നതും. അമ്മച്ചി ഇവിടെ നോക്ക്, ടെൻഷൻ അടിച്ചിരിക്കുന്ന അമ്മച്ചിമാരോട്, അപ്പച്ചന്മാരോട്, യുവാക്കന്മാരോട്, ഹലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ടെൻഷൻ അടിക്കല്ലേ. ഞാൻ പറയുന്ന ടെൻഷൻ അടിക്കല്ലേ. നല്ലൊരു ഭാവി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളോട് പോലും കർത്താവ് പറയുന്നില്ല, വളരെ വൃത്തികെട്ടൊരു ഭാവി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. കർത്താവ് എല്ലാവരോടും പറയുന്നത് എന്താ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ശ്രദ്ധിക്കുന്നുണ്ടോ? ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. നിനക്ക് വേണ്ടിയുള്ള plans to prosper you, plans to give you a good future. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ? നല്ലൊരു ഭാവി തരാൻ. I feel the anointing. നല്ലൊരു ഭാവി കർത്താവ് തരാൻ തീരുമാനമായിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ആർക്കിടെക്ട്, പ്രപഞ്ചത്തിൻ്റെ ശില്പി പറയുകയാണ്, നല്ലൊരു ഫ്യൂച്ചർ ഞാൻ നിനക്ക് തരുവാൻ തീരുമാനിച്ചിരിക്കുന്നു. വിൽ യു കോഓപ്പറേറ്റ് വിത്ത് മീ? കോഓപ്പറേറ്റ് ചെയ്യുന്ന ഇങ്ങനെ അത് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യണം? സ്മൈൽ, പുഞ്ചിരി തൂകണം. ഓ മൈ ഗോഡ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, യേശു കർത്താവ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ക്രൂശിനെ അലക്ഷ്യമാക്കി. അവിടെ വലിയൊരു പ്രിൻസിപ്പിളുണ്ട്. മുമ്പിൽ ഒരു വലിയ റിവാർഡ്, ഒരു വലിയ ജോയ്, സന്തോഷത്തിൻ്റെ നാളുകൾ മുന്നിലുണ്ട് എന്ന്
മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴത്തെ ക്രൂശ് സഹിക്കാൻ കഴിയും. ഇപ്പോഴത്തെ കഷ്ടതകൾ സാരമില്ല. കേട്ടായിരുന്നു? ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല. ടൈപ്പ് ചെയ്തേ, ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കാരണം എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, പക്ഷെ വിചാരിക്കുന്നില്ല. ഇപ്പോഴത്തെ കഷ്ടങ്ങൾ ഭയങ്കര വിഷയങ്ങളായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മുൻപിലുള്ള തേജസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വലിയൊരു തേജസ്. യേശു കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ, പലവട്ടം വീഴുമ്പോൾ, അടിച്ച് ആ മരക്കുരിശ് തൻ്റെ തലയിലേക്കും ഒക്കെ വീണ് ബ്ലഡ് സ്പിൽ ചെയ്യുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ എന്തുണ്ട്? വീണ്ടും കുരിശല്ല ഇരിക്കുന്നത്, ഒരു കിരീടം, ഒരു വലിയ മഹത്വം, സകല നാമത്തെക്കാളും മേലായ നാമം. മനസ്സിലാകുന്നുണ്ട്? എല്ലാ മുഴങ്കാലും മടങ്ങുന്നൊരു നാമം, എല്ലാറ്റിൻ്റെ മുകളിലൊരു പൊസിഷൻ റിവാർഡായി അനുവച്ചിരിക്കുകയാണ്. അത് കണ്ടാണ് ഈ ക്രൂശിനെ സാരമില്ല എന്ന് വെച്ചത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലുക്ക് അറ്റ് മീ പ്ലീസ്. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നുമില്ല. എന്ത് ചിന്തിക്കുമ്പോൾ ഭാവിയിൽ കർത്താവ് തരാനിരിക്കുന്ന ഭയങ്കരമായ പ്രതിഫലങ്ങളും റിവാർഡും ആ ലൈഫും ചിന്തിക്കുമ്പോൾ ദിസ് ഈസ് നത്തിങ്. ഒരു കുഞ്ഞു പരീക്ഷ എഴുതുവാണ്, വലിയൊരു മാർക്ക് കിട്ടും, ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നറിയാമെങ്കിൽ ആ ഉറക്കളപ്പും ഒത്തിരി ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കുന്നതും പഠിച്ച് ഇരുന്നിരുന്ന് നടുവേദന, കണ്ണൊക്കെ ഭയങ്കരമായി വേദനിക്കുന്നു. ഇതൊക്കെ സാരമില്ല. കാരണം എന്താണ്? റിസൾട്ട് വരുമ്പോൾ ഭയങ്കരമായൊരു സ്കോർ എനിക്കുണ്ടായിരിക്കും എന്നുള്ള ചിന്തയിൽ ഇതെനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല, പക്ഷേ സമയമായി. ഞാൻ വീണ്ടും പറയുന്നു, ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകാൻ പഠിക്കുക. ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകാൻ പഠിക്കുക. സദൃശവാക്യം 31 വായിക്കണേ. ഞാൻ വീണ്ടും പറയട്ടെ, ഈ ബ്ലെസ്സിങ് ടുഡേയോടൊപ്പം ഒരു വലിയ വേൾഡ് മിഷനിൽ നിങ്ങൾക്ക് പാർട്ണർ ചെയ്യാൻ കഴിയുമോ? മീഡിയ മിനിസ്ട്രിയിൽ, ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകളിൽ, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടെ നിൽക്കാമോ? നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് നിൽക്കാം. സ്ക്രീനിൽ നമ്പറിൽ വിളിക്കുക. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അവന് ചെവിയുണ്ട്, അവന് കണ്ണുണ്ട്, അവന് കണ്ണി ചോരയുണ്ട്, അവന് ഹൃദയമുണ്ട്, മനസ്സിലുമുണ്ട്. താങ്ക് യു ജീസസ്. കുറേയധികം വ്യക്തികൾ എൻ്റെ മുമ്പിൽ വരുന്നു. അതിൽ ഓ മൈ ഗാഡ്, വളരെയധികം ജീവിതത്തിൽ റിഗ്രറ്റ്സിൽ ജീവിക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. ഖേദം, അകത്തെന്തോ വലിയ മനപ്രയാസം, ചങ്കിനകത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്, അത് പോകുന്നില്ല. ഇന്ന് പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കാരണം പ്രത്യാശ കർത്താവിലേക്ക് ഇടുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രയാസങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ പരാജയങ്ങൾ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടത് വിട്ടേക്ക്. കഴിഞ്ഞകാല ജീവിതത്തെ ബറിയണം, അതിനെ ശവസംസ്കാരം നടത്തി തീർക്കുക. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താനൊന്നും പോകണ്ട, അത് വിട്ടേക്ക്. അത് ക്രിസ്തുവിൽ മറഞ്ഞു. പുതിയ സൃഷ്ടിയായപ്പോൾ പഴയത് പോയി. ഞാൻ അത് ഓർത്തിങ്ങനെ ചിന്തിച്ച് പുറകിലോട്ട് നോക്കിയിരിക്കണ്ട, മുന്നിലോട്ട് നോക്ക്. താങ്ക് യു ജീസസ്. അങ്ങനെയുള്ളവർക്കൊരു വലിയ വിടുതൽ കർത്താവിനെ കാണിക്കുന്നു. ഒരു മീന, ഒരു സൂസൻ തുടങ്ങി കുറേയധികം പേരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. താങ്ക് യു മാസ്റ്റർ. അങ്ങനെയുള്ളവർക്കെല്ലാം കർത്താവെ ഒരു വലിയ ഫ്യൂച്ചറിലേക്കുള്ളൊരു ഫോക്കസും ഭാവി ഓർത്ത് പുഞ്ചിരി തൂകാൻ തുടങ്ങട്ടെ. നിങ്ങളുടെ നാമത്തിൽ അവരനുഗ്രഹിക്കുന്ന രോഗികൾക്കായി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കാലിൽ പ്രശ്നം അനുഭവിക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടിൽ നീരൊക്കെയുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. അതുപോലെ സന്ധിവാതം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള പനി, അത് ചില സാധാരണ ഒരു പനിയല്ല, വിവിധ രീതിയിലുള്ള വളരെ ത്രെട്ടണിങ് ആയിട്ടുള്ള പനി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു മാസ്റ്റർ. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതൽ എല്ലാവരിലും കൽപ്പിച്ചതിനായ നന്ദി. ആത്മഹത്യാ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ.
ചിലവരൊക്കെ സ്നേഹിച്ചു, അഫെയർ ഉണ്ടായി, റിലേഷൻഷിപ്പ് ഉണ്ടായി, പക്ഷെ അതങ്ങ് ബ്രേക്കപ്പ് ചെയ്ത് അതിൻ്റെ കനത്ത വേദനയിൽ ജീവിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വിടുവിക്കുന്നു. എൻ്റെ ആശ്വാസം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഇനിയും പ്രാർത്ഥനാ വിഷയങ്ങൾ കാണും. നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. പല ശുശ്രൂഷകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് ഒത്തിരി പേർക്കൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ. ഞങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ജനുവരി മാസം 24, 25, 26 വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിലായിട്ട് ഈ വർഷത്തെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ച് നടക്കാനായിട്ട് പോകുകയാണ്. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും 3 സെഷനുകളായിട്ട് അടിപൊളി മെസ്സേജുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. The year of glory realm ആണ് 2025. So I am really excited. This is going to be historic. So please do come with your friends and families.